ഹായ് ഫ്രണ്ട്സ്, ഭൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാണ്ടാസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആദ്യം ഇതെല്ലാം നമ്മളിപ്പോൾ റെയിൽവേയുടെ ഡാറ്റ അനാലിസിന്റെ ക്ലാസ്സുകളാണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ഇമ്പോർട്ട് പാണ്ടാസ് ആസ് പി ഡി. also നമ്മൾ രണ്ട് ടൈപ്പ് ഇൻപുട്ട് ചെയ്യുക, ഇമ്പോർട്ട് നമ്പർ as NP. ഓക്കെ, ഇത് രണ്ട് ലൈബ്രറി നമ്മൾ റൺ ചെയ്തു എന്നിട്ട് നമ്മൾ ഓക്കെ അതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുന്നത്തെ വീഡിയോയിലുള്ള അതേ തന്നെ വിക്നിസി ഡോട്ട് CSV തന്നെ ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലോഡ് ചെയ്ത സാധനത്തെ ഞാൻ DF ഡാറ്റ ഫ്രെയിമിലേക്ക് പാണ്ടാസിന്റെ ഡാറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യാം. DF ഡോട്ട് റീഡ് CSV അണ്ടർസ്കോർ CSV അണ്ടർസ്കോർ CSV ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതുകൊണ്ട് MC McKinsey CSV. DF not defined. Oh, okay. DF ഇവിടെ PD ആണ്. പാണ്ടാസിന്റെ PD ഡോട്ട് റീഡ് CSV. അപ്പോൾ അത് ഓക്കെ. ഈ DF ഡോട്ട് ഹെഡ് ഇങ്ങനെ മതി. അപ്പോൾ ഇതന്നെ നമ്മളെ ഡാറ്റകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കോൺകാറ്റിനേഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് PD-യിൽ. അപ്പം ഈ ഇതേപോലത്തെ ഒരു വേറെ ഡാറ്റ ഇതേ സെയിം ഡാറ്റ ആണെങ്കിൽ നമുക്ക് ഇതിനോട് അതിൻ്റെ അടിയിൽ അതിനെ കോൺകാറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതേപോലത്തെ ഒരു ഡാറ്റ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ന്യൂ റോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ എടുത്തിട്ടുണ്ട്. ഈക്വൽ ടു ഡിക്ഷണറി ടൈപ്പിൽ ഞാൻ ഈ ഡാറ്റകൾ എഴുതിയത്. വാല്യൂ ഒരു കീ കൊടുക്കും, വാല്യൂ എന്നുള്ള രീതിയിൽ. ഓക്കെ, റൺ ചെയ്താൽ അത് ഓക്കെയാണ്. ദെൻ ന്യൂ, ഇപ്പോൾ ഇതൊരു ഡിക്ഷണറി ടൈപ്പ് ഡാറ്റയാണ്. അതിന് എനിക്ക് ന്യൂ റോ ഡാറ്റനെ എനിക്ക് എന്താക്കണം, ഇതിനെ ഡാറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട്, PD പാണ്ടാസ് ഡാറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട്. PD ഡോട്ട് ഡാറ്റ ഫ്രെയിം, ദെൻ ബ്രാക്കറ്റിൽ ഇടുക, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്താക്കണം, അതിൻ്റെ നെയിം എഴുതുക, ന്യൂ റോ. ഓക്കെ, അപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂ റോ ഒന്ന് റൺ ചെയ്ത് നോക്കാം, ഡാറ്റ ഫ്രെയിമിൽ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഇവിടെ ആവശ്യമുള്ള പോലെ തന്നെ ഇതേപോലെ ഡാറ്റ ഫ്രെയിമിലേക്ക് നമ്മൾ എഴുതിയുണ്ടാക്കിയ ഡിക്ഷണറി ഡാറ്റ ഇതിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാം. ഇനി സിമ്പിളാണ്. DF എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഫ്രെയിം, ഒറിജിനൽ ഡാറ്റ ഫ്രെയിം DF ആണ്. ഇറ്റ്സ് ഈസ് ഈക്വൽ ടു PD ഡോട്ട് കോൺകാറ്റിനേറ്റ്. ഓക്കെ, ദെൻ പാരന്തസ് ടൈപ്പുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ,
അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉള്ളത് ഏതൊക്കെയാണോ കോൺകാറ്റേറ്റ് ആ പാണ്ടാസ് ഡാറ്റ ഫ്രെയിമിലുള്ള ഡാറ്റകൾ ഇതാ ന്യൂറോൺ then comma ignore index equal to true. ഇത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് 0 ആണ്. അപ്പോൾ അത് രണ്ടാകുമ്പോൾ ഇൻഡെക്സ് 0 ആകുമ്പോൾ ഏത് ഫസ്റ്റ് വരണം ഏത് ലാസ്റ്റ് വരണം എന്നുള്ളത് പ്രശ്നമാണ് അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇഗ്നോർ ഇൻഡെക്സ് 2 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഡെക്സിന് ഒഴിവാക്കിയിട്ട് ഇതെന്താകും, ഇതിന് ശേഷം ഫസ്റ്റ് ടി എഫ് വരും, അതിന് ശേഷം ഈ റോ അത് എന്തായിക്കോളും കോൺകാറ്റിനേറ്റ് ചെയ്തോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടി എഫ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഏഴാമത്തെ 204 ഡാറ്റ ആയിട്ട് ഇന്ത്യ 2000 ഉണ്ടോ, ആ ഡീറ്റെയിൽസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മെത്തേഡാണ് കോൺകാറ്റിനേറ്റ്. പിന്നെ ഈ ഇത് തന്നെ നമുക്ക് LOC വെച്ചിട്ടും നമുക്ക് എന്താക്കാം, LOC വെച്ചിട്ട് നമുക്ക് LOC വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ഇതേപോലെ നമുക്ക് ആഡ് ചെയ്തിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്ത് വരാം. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം ഡാറ്റ ഇവിടെ കോപ്പി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഞാനല്ലോ ഡാറ്റ ഇത് ന്യൂ റോ. ഇനി ഇതിൽ നിന്ന് ഇതൊരു ഡിക്ഷണറി ടൈപ്പ് ഡാറ്റ ആണ്. അപ്പോൾ ഇതിന് ഈ ഫസ്റ്റത്തെ ഡിക്ഷണറി നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റത്തെ ഈ കൺട്രി ഇയർ ഒക്കെ അത് കീസ് ആണ്, ഇത് ഡിക്ഷണറിന്റെ വാല്യൂസ് ആണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഇതിൽ നിന്ന് ന്യൂ അണ്ടർസ്കോർ റോ അണ്ടർസ്കോർ വാല്യൂവിനെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. വാല്യൂസ് is equal to list of new row dot values. അപ്പോൾ ഇനി നമുക്ക് ന്യൂ റോ വാല്യൂസ് ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ 2005 ആ വാല്യൂ മാത്രം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കുന്നത് വെച്ചാൽ ഇത് LOC വെച്ചിട്ട് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതാണ്. ഇതിന് വേണ്ടി ലെങ്ത് ഓഫ് df ഡോട്ട് ഇൻഡെക്സ് എത്ര നോക്കാം. 1705. അപ്പോൾ ഇനി 1706 705 ലാസ്റ്റ് കിട്ടിയത്. അപ്പോൾ 705 അതാ ലെങ്ത് 705 ഓക്കെ, അപ്പോൾ ഇനി 705 നമുക്ക് എന്താക്കണം, ന്യൂ റോസിന്റെ വാല്യൂ വരണം. കാരണം എന്താ വെച്ചാൽ 0 to പൊട്ടുമ്പോൾ 704 വരെ എത്തുള്ളൂ. ഇവിടെ കണ്ടില്ല 704 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ 704, ടോട്ടൽ 705 വാല്യൂ. അപ്പോൾ ഇനി 705 ഇൻഡെക്സിലേക്ക് നമുക്ക് ഈ വാല്യൂവിനെ ന്യൂ റോ വാല്യൂസിന് ആഡ് ചെയ്യണം. അതിനെന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ df ഡോട്ട് LOC ഇത് ബ്രാക്കറ്റ് ചെയ്യുക. LOC സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 1505 is equal to new underscore row value.
ഓക്കെ, ഇനി നമുക്ക് പി എഫ് ഒന്ന് എൻ്റർ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ 1705 എൻ്റർ ആയിട്ട് നമ്മൾ കൊടുത്ത സാധനം LOC വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി സെയിം സംഭവം തന്നെ നമുക്ക് LOC വെച്ചിട്ട് ഒരു പുതിയൊരു ഇൻഡെക്സിലേക്ക് വേറെ സെയിം വാല്യൂ അല്ല ഒരു വാല്യൂ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെയിം വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് LOC വെച്ച് ചെയ്താൽ LOC ഓഫ് ഇൻഡെക്സ് 1710 which is equal to ഓപ്പൺ ചെയ്യാം, നമ്മുടെ ഡാറ്റാസ് അവിടെ കൊടുക്കാം. നമ്മുടെ കോപ്പി യൂസ് ചെയ്യുക. ഇത് ഓക്കെ, 2001 ഞാൻ 2000 ആക്കി, ബാക്കിയല്ലോ അതേപോലെ ചേഞ്ച് ആക്കാം. എന്നിട്ട് ഈ df dot style നോക്കാം. df dot style, സോറി df dot style. ഓക്കെ, 705 കഴിഞ്ഞിട്ട് 710 ഇൻഡെക്സിലേക്ക് നമ്മൾ കൊടുത്ത വാല്യൂ ഇവിടെ ആഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് സെയിം സംഭവം തന്നെ LOC ചെയ്തിട്ട് ചെയ്യാം, ILOC ചെയ്തിട്ടും ചെയ്യാം. ഇതിന് പകരം LOC ILOC എന്ന് കൊടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് കൊടുത്തിട്ട് ഇതേപോലെ എഴുതിയാൽ LOC ചെയ്യാം, ILOC ചെയ്യാം. അത് ഞാൻ എഴുതുന്നില്ല, അത് ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ കോപ്പി പേസ്റ്റ് കൊണ്ടുവരാം. ഓക്കെ, ഇന്ത്യ 2002 ഈ സംഭവം ഡീറ്റെയിൽസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇൻഡെക്സ് നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഇൻഡെക്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ 1 to നമ്മൾ ഉദ്ദേശിച്ച ഇൻഡെക്സിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മാറ്റാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, df dot index is equal to list of branch അതിനെ 0 ഓക്കെ, ഓ സോറി, 1 5 ആകുമ്പോൾ 2 വാല്യൂ വെക്കണം. 1 to 0.8ലേക്ക് എനിക്ക് എൻ്റെ ഇൻഡെക്സ് കൺവേർട്ട് ആക്കണം. ആയിട്ടുണ്ട്. ദെൻ df enter കൊടുത്താൽ നമുക്കറിയാം അല്ല 1 മുതൽ 0.7ലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കറസ്പോണ്ട് ചെയ്ത് ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ df dot ഡ്രോപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. മൂന്നാമത്തെ ഇൻഡെക്സ് ഇപ്പോൾ എന്താക്കണം, ആക്സിസ് മൂന്നാമത്തെ ഇൻഡെക്സ് ആക്സിസ് 0 കൊടുത്താൽ റോ ആണ്. ഓക്കെ,
മൂന്നാമത്തെ റോ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, 1 2 3 ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി മൾട്ടിപ്പിൾ റോ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ സെയിം സംഭവം തന്നെ കൊടുക്കുക. ആക്സസ് 3 പകരം സിംഗിൾ ആണെങ്കിൽ സിംഗിൾ ബ്രാക്കറ്റിൽ പാരന്തസ് ടൈപ്പ് ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി. മൾട്ടിപ്പിൾ ആണെങ്കിൽ അതൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുക. എന്നിട്ട് 5 9 കോമ ആക്സിസ് 1 പോയി, ഓൾറെഡി 3 പോയിട്ടുണ്ട്, പിന്നെ 5 പോയി, 9 പോയിട്ടുണ്ട്. ഓക്കെ, 9 ഇവിടെ കാണാത്ത വെച്ചാൽ നമ്മൾ 10 വരെ ഉള്ളത് എടുത്താൽ മതി. pf ഡോട്ട് ഹെഡ് 10 എന്ന് കാണിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതായിട്ട് കാണാൻ കഴിയും. പിന്നെ എത്ര നമ്മൾ കൊടുത്തേ? 5 1 9 9ാമത്തെ പോയിട്ടുണ്ട്. ഓ സോറി, df ഡോട്ട് ഹെഡിൽ ഇത് പോയില്ല, ഇതിന്റെ കോപ്പിയിലാണ് പോയത്. ഓക്കെ, 2 3 ഒറിജിനലിൽ പോയിട്ടില്ല. ഒറിജിനൽ പോകണമെങ്കിൽ നമുക്ക് എന്താക്കണം, ഇവിടെ ഇൻ പ്രൈസ് കൊടുക്കണം. ഇൻ പ്രൈസ് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇൻ പ്രൈസ് df ഡോട്ട് ഹെഡ് കാണിച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ് 9 പോയിട്ടുണ്ട്. 8 കഴിഞ്ഞിട്ട് 9 ഇല്ല. ആ രീതിയിൽ നമ്മൾ ഇൻ പ്ലേസ് കൊടുത്താൽ മതി കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എത്ര ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. df ഡോട്ട് df ഡോട്ട് ഡ്യൂപ്ലിക്കേറ്റ് മൈനസ് ലാസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് നോക്കിന് ഞാൻ മൈനസ് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വരട്ടെ. മൈനസ് അവസാനത്തെ ഇരുവണത്തിൽ എത്ര ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്ന്. ഓക്കെ, അപ് ടു മൈനസ് സ്ലൈസിങ് കൊടുക്കണം. അത് കൊടുക്കാത്തതുണ്ട്. അപ്പോൾ അവസാനത്തിന് അതിൻ്റെ മുന്നുള്ള ഇരുവണ്ണം കിട്ടി. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയി വന്നതിനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനിടയിൽ ട്രൂ എന്ന് വരും. ഇവിടെ ഫാൾസ് അല്ല വന്നത്. അപ്പോൾ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല നമുക്ക് അനുമാനിക്കാം. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റിന് മാത്രം കീപ്പ് ചെയ്യും. ബാക്കിയുള്ളത് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കമാൻഡാണ് df ഡോട്ട് ഡ്രോപ്പ് അണ്ടർസ്കോർ ഡ്യൂപ്ലിക്കേറ്റ്. കീപ്പ് ഫസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പോകും. അവസാനത്തെ ഫസ്റ്റ് ഉള്ളത് മാത്രം കീപ്പ് ചെയ്യും. ഇനി ലാസ്റ്റ് ആണെങ്കിലും നമുക്ക് ലാസ്റ്റ് കീപ്പ് ചെയ്യാം. ഫസ്റ്റ് എന്നുള്ള പകരം ലാസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ലാസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്യണമെങ്കിൽ എല്ലാം റിമൂവ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് മൊത്തം റിമൂവ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ ഫാൾസ് കീപ്പ് എന്നുള്ളതിന് ഫാൾസ് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് അത് പോകാലോ. ഇനി നമുക്ക് 0 to 3 വരെയുള്ള 3 വരെയുള്ളത് മാത്രം മതി. പക്ഷെ അതിൽ രണ്ട് കോളം മാത്രം വേണ്ടേ. അപ്പൊ അതെങ്ങനെ എടുക്കാൻ കഴിയും നമുക്ക് നോക്കാം. DF LS 0 to 3 വരെ വേണം. ഏതൊക്കെ നമുക്ക് വേണ്ടേ? കൺട്രി, പിന്നെ പോപ്പുലേഷൻ, കൺട്രി ആണില്ല, COUNT. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, പോപ്പുലേഷൻ 0 to 3 ആണ്, 0 to 2 വരെ കിട്ടുള്ളൂ. ഇൻഡെക്സിൽ 1 ഉം 2 കിട്ടി. ദെൻ പോപ്പുലേഷൻ കൺട്രി മാത്രമേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ. ഇനിയിപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി മാത്രം നമുക്ക് നോക്കാം. DF ലൈഫ് എക്സ്പെക്റ്റൻസി മാത്രം കിട്ടി. ഇനിയിപ്പോൾ ഇതിൻ്റെ മീൻ കാണണമെന്നുണ്ടെങ്കിൽ സെയിം സംഭവം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഡോട്ട് മീൻ നോക്കാം. മീൻ വെച്ചിട്ട് ഫങ്ഷൻ ആയതുകൊണ്ട് പാരന്തസ് ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ്. അപ്പോൾ 59 സംതിങ് കിട്ടി. ഇതേപോലെ നമുക്ക് ഇനി സമ്മമാണെങ്കിൽ ഇതേപോലെ എഴുതാം. പിന്നെ അങ്ങനെ സമ്മ നടത്താം. ഓക്കെ, അപ്പോൾ സമ്മ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ മിനിമം മാക്സിമം ഒക്കെ ആണെങ്കിൽ അതെല്ലാം ലൈഫ് എക്സ്പെക്റ്റൻസിയിലെ മിനിമം ആണെങ്കിൽ മിനിമം കിട്ടി. മാക്സിമം ആണെങ്കിലോ സെയിം സംഭവം മാക്സിമം. ഇനിയിപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി നമ്മൾ മാത്രം എടുക്കുക. DF ഡോട്ട് ലൈഫ് എക്സ്പെക്റ്റൻസി ഒരു അസെൻഡിങ് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിലോ, ഇങ്ങനെ ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. അതിന് അത് ചേഞ്ച് DF ഡോട്ട് സോർട്ട് വാല്യൂ. ഓക്കെ, അത് ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് ലൈഫ് എക്സ്പെക്റ്റൻസി നമുക്ക് നേരത്തെ 28 മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 23 മുതൽ ചെറുത് വലുതിലേക്ക് പോയി. ഈ വലുതും ചെറുതിലേക്ക് പോകണമെങ്കിൽ രണ്ടില്ല സെയിം സംഭവം എടുക്കുക. എന്നിട്ട് ഇതിൽ കോമ ഇട്ടിട്ട് അസെൻഡിങ് false equal to false. Sorry, false. OS
sort values ഡാറ്റ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ്. f dot sort value ascending ആണ് ഇല്ലാത്ത ascending ശരി. ഓക്കെ, ascending അപ്പോൾ ഏറ്റവും ഹയർ വാല്യൂ ഉണ്ട് ലോവർ വാല്യൂയിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കുറച്ച് നീണ്ടിട്ടുണ്ട്. ബാക്കി കാര്യം നമുക്ക് എന്താക്കാം നാളത്തെ ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.